കെ പോപ്പിനെ പറ്റി വലിയ ധാരണയില്ലാത്തവരോട് നിങ്ങൾക്ക് കെ പോപ്പ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ BTS ഒക്കെ അല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റിനും ഉണ്ടാവും. കെ പോപ്പ് എന്നാൽ BTS എന്ന ബോയ് ബാൻഡ് മാത്രമല്ല, പക്ഷേ കെ പോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് BTSനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാധീനം കൊണ്ടാണ്. ജൂൺ മാസം BTSനെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട മാസമാണ്. 2013 ജൂൺ 13 BTS ആദ്യമായി സ്റ്റേജിൽ പെർഫോം ചെയ്തത്. അതുകൊണ്ട് ഡെബ്യൂ ആനിവേഴ്സറി പ്രമാണിച്ച് എല്ലാ വർഷവും BTS ആരാധകർക്കായി ഒരു വലിയ കാർണിവൽ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ജൂൺ ആദ്യ വാരം തുടങ്ങി ജൂൺ 13 വരെയാണ് ഫെസ്റ്റ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായി ഗ്രൂപ്പിലെ 7 അംഗങ്ങളും തങ്ങളുടെ നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കി ഒന്നിച്ച് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന ആദ്യത്തെ ഫെസ്റ്റാണിത്. 13 BTS എന്ന പ്രമേയത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ ആഘോഷത്തിൽ ആരാധകർക്കായി ദിവസേന വലിയ സർപ്രൈസുകളാണുള്ളത്. ജൂൺ 4 എല്ലാവരും കാത്തിരിക്കുന്ന BTS ഫാമിലി ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. തൊട്ടടുത്ത ദിവസമായ ജൂൺ 5 ഹോളിഗൻ എന്ന പാട്ടിന്റെ ഒഫീഷ്യൽ പെർഫോമൻസ് വീഡിയോ റിലീസ് ചെയ്യും. ജൂൺ 7, 8 തീയതികളിൽ അംഗങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിലെ സാധാരണ ജീവിതം കാണിക്കുന്ന നോർമൽ ലോഗ് 13 സൈഡ് ഫിലിം എന്നിവ റിലീസ് ചെയ്യും. ആരാധകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയുടെ പുതിയ പതിപ്പായ റൺ BTS 2.0 ടീസർ ജൂൺ 10 അതിന്റെ മുഴുവൻ എപ്പിസോഡ് ജൂൺ 11 റിലീസ് ചെയ്യും. BTS ആർമി ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ജൂൺ 12 കാരണം സുഗയുടെ മ്യൂസിക് പ്രൊഡക്ഷനിൽ RM ജയഹോപ്പും ചേർന്ന് വരികൾ എഴുതിയ കമ്മ പറഞ്ഞ പുതിയ ഗാനം അന്ന് ഡിജിറ്റലായി റിലീസ് ചെയ്യും. കഴിഞ്ഞ 4 വർഷത്തെ അവരുടെ മിലിറ്ററി ജീവിതവും വേർപാടും അതിനുശേഷമുള്ള മനോഹരമായ ഒത്തുചേരലുമാണ് ഈ ഗാനത്തിന്റെ പ്രമേയം. ഈ വൻ ആഘോഷങ്ങളെല്ലാം അവസാനിക്കുന്നത് ജൂൺ 12, 13 തീയതികളിൽ ദക്ഷിണ കൊറിയയിലെ ബുസാൻ ഏഷ്യാഡ് മെയ്ഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൈവ് മ്യൂസിക് കോൺസെർട്ടോട് കൂടിയാണ്. 2022 സൈനിക സേവനത്തിന് പോകുന്നതിന് മുൻപ് 7 അംഗങ്ങളും ഒന്നിച്ച് അവസാനമായി പെർഫോം ചെയ്തത് ബുസാനിലായിരുന്നു. അന്ന് വലിയൊരു സങ്കടത്തോടെ അവസാനിക്കുമ്പോൾ 4 വർഷത്തിന് ശേഷം അതേ വേദിയിലേക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അവർ തിരിച്ചെത്തുകയാണ്.